അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ചെടികളുടെ വേര് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ കമ്പ് നട്ടുപിടിപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുപോലെ ചില വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ കുറേ പ്രയാസമാണ്. അതൊക്കെ എത്ര പെട്ടെന്ന് കിളിർപ്പിക്കാം അല്ലെങ്കിൽ വേര് പിടിപ്പിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ചെടികളും പൂക്കളൊക്കെ വളരെ ഇഷ്ടമാണല്ലേ? എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ കമ്പുകൾ റോസാ ചെടിയുടെയും അതുപോലെ മാവ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക ഒക്കെ വളരെ പ്രയാസകരമാണല്ലേ? അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചില ഹോർമോൺസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. റൂട്ട് ഹോർമോൺസ് എന്നാൽ പറയാം. നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിലെങ്ങനെ അത് സാധിക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ ഒരു കമ്പ് ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. എന്ത് ചെയ്യണം? ഇതിൽ നമുക്ക് കുറച്ച് നമ്മുടെ റൂട്ട് ഹോർമോൺസ്, നാച്ചുറലായിട്ട് ചില ഹോർമോൺസ് ഉണ്ട്, അതുപോലെ ആക്ട് ചെയ്യുന്ന ചില ഏജൻസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമ്മളിതിലൂടെ പരിചയപ്പെടാം. അതിൽ പ്രത്യേകിച്ച് ഒന്നുള്ളത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. ഫ്രഷ് അലോവേര ലീഫിൽ നിന്ന്, ഈ ഇലയിൽ നിന്നും എടുക്കുന്ന ജെല്ല്. അത് നമുക്ക് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ലീഫാണ് കേട്ടോ. ഒരു ഇല മുറിച്ചെടുത്ത് അല്ലെങ്കിൽ പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ പല കഷ്ണങ്ങളാക്കിയിട്ട് ഒരുപാട് ചെടികൾ ഇതിലൂടെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ അലോവേരയുടെ ജെല്ല് ഇങ്ങനെ തേച്ച് വെക്കുക. അതുപോലെ മണി പ്ലാന്റിൻ്റെ അറ്റവും ഇങ്ങനെ മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിളിർക്കുന്ന ഒന്നാണ്, പക്ഷേ പലർക്കും അത് അറിയില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മളിത് തേച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വേരുകൾ കിളിർത്ത് വരും. അതിനുശേഷം നമുക്ക് മണ്ണിലോട്ട് നടാം. ഇത് ഞാൻ മണ്ണിൽ നട്ട് വെച്ചതാണ് കേട്ടോ. ഇപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എടുത്ത് കാണിച്ചതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് ആ ലീഫുകൾ അലോവേരയുടെ ജെല്ല് തേച്ചതിന് ശേഷം നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് മണ്ണിലോട്ട് നട്ടതാണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് പുതിയ ചെടികൾ കിളിർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ റോസിൻ്റെ കമ്പാണെങ്കിലും റോസിൻ്റെ കമ്പ് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ അലോവേരയുടെ ജെല്ലോ വേറെ ചില ഹോർമോൺസ് ഉണ്ട്, അത് നമുക്ക് പുറകെ പരിചയപ്പെടാം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ലെമൺ വൈനാണ് കേട്ടോ. ലെമൺ വൈൻ്റെ ഒരു കമ്പ് വാടിയതായിരുന്നു. അത് ഞാൻ ഈ അലോവേര ജെല്ല് തേച്ചിട്ടാണ് മുളപ്പിച്ച് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഹോർമോൺ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആപ്പിൾ സിഡർ വിനീഗറാണ് കേട്ടോ. ഇതിനെ ഹോർമോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഹെൽപ്പ് ചെയ്യും നമുക്ക് പെട്ടെന്ന് റൂട്ട്സ് കിളിർത്ത് വരാൻ. അതായത് കട്ടിയുള്ള ബാർക്ക്, കട്ടിയുള്ള സ്കിന്നുള്ള ചില ചെടികളുടെയൊക്കെ കമ്പ് കിട്ടി നമുക്ക് അതും 5-6 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂണ് വിനീഗർ ചേർത്തിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ്, പറയുമ്പോൾ ഒരു 5-6 സെക്കൻഡ് മാത്രം മുക്കിയിട്ട് വേണം നമുക്ക് അത് ചെടിയെ പിന്നെ കിളിർക്കാൻ മണ്ണിലോട്ട് നടേണ്ടത് കേട്ടോ. കുറേ നേരം വിനീഗറിൽ നമ്മൾ ഒരു കമ്പ് മുക്കി വെച്ചാൽ ചിലപ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും. അപ്പോൾ നമ്മളത് പെട്ടെന്ന് എടുക്കേണ്ടതാണ് കേട്ടോ. അടുത്ത റൂട്ട് ഏജൻറ്റ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെട്ട വളരെ ആശ്വാസമായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് കിട്ടാൻ വിഷമമുള്ള സാധനമാണല്ലേ, തേങ്ങയുടെ വെള്ളം. തേങ്ങ വില കുറയുമ്പോൾ നമുക്ക് ആ വെള്ളം ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. റൂട്ട് ഹോർമോണായ ഓക്സിൻ ഇതിലും അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെടി വളരാനും പുഷ്പിക്കാനും ഒക്കെ നല്ലൊരു ഏജൻ്റാണ് നമ്മുടെ തേങ്ങാവെള്ളം. അത് കറിവേപ്പിലയ്ക്കാണെങ്കിലും ഏത് ചെടിക്ക് ഒഴിച്ചാലും നന്നായിട്ട് വളരും, പക്ഷേ അധികം ആവരുത്. പൂക്കളില്ലാത്ത വിടരാൻ വിഷമമുള്ള ഏതെങ്കിലും റോസ് ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ തേങ്ങാവെള്ളം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ അലോവേര ലീഫ് ഉണ്ടെങ്കിൽ അത് മുറിച്ച് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അതും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ അരി കഴുകിയ വെള്ളവും നമ്മൾ കളയരുത്, ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പകരം ഒഴിച്ചാൽ മതി. പിന്നെ അടുത്ത റൂട്ട് ഏജൻറ്റ് ഏതാണെന്നറിയാമോ? റൂട്ട് ഹോർമോൺ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് ഒരു തരം നമ്മുടെ ചെടിയിൽ വരുന്ന കൃമികീടങ്ങളെയൊക്കെ അകറ്റി നിർത്താനും ഫംഗസിനൊക്കെ അകറ്റി നിർത്താൻ ബെസ്റ്റാണ് ഹണിയുടെ ഈ വെള്ളം. നമ്മൾ വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഹണി കുറച്ച് സോഫ്റ്റ് ആണെങ്കിൽ, ചില ഹണി നല്ല കട്ടിയായിരിക്കും, ചിലത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സോഫ്റ്റ് ആണെങ്കിൽ അങ്ങനെയും തേക്കാവുന്നതേ ഉള്ളൂ. കുറച്ചൊക്കെ ഒഴിച്ചും കൊടുക്കാം, പക്ഷേ അധികം ആവരുത് കേട്ടോ.
എറുമ്പുകളൊക്കെ വന്ന് ചെടി കേടാക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അധികമാവരുത്, എപ്പോഴും ഒഴിക്കരുത്. ഇടയ്ക്കൊക്കെ കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ ചെടികൾ, പൂക്കാത്ത ചെടി പോലും നന്നായിട്ട് വിരിഞ്ഞ് പൂക്കൾ ധാരാളം കിട്ടും. അടുത്തത് എന്താണെന്ന് അറിയണ്ടേ? അതെ, നമ്മുടെ കറുകപ്പട്ട പൊടിച്ച ആ പൗഡർ. അത് റൂട്ട് ഹോർമോൺ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അതും ഈ ഹണിയെ പോലെ തന്നെ നമുക്ക് കൃമികീടങ്ങളിൽ നിന്നും ഫംഗസുകളിൽ നിന്നൊക്കെ നമ്മുടെ മുറിച്ച കമ്പ് ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത് തേച്ച് കൊടുത്താൽ നന്നായിട്ടിരിക്കും. ചെയ്യാതെ നമുക്ക് നല്ലൊരു പുതിയൊരു മരം, ഇങ്ങനെ മാവൊക്കെ നമുക്ക് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില ഏജൻസിൻ്റെ ഹെൽപ്പാണിത് കേട്ടോ. അതാണ് നമ്മുടെ കറുകപ്പട്ട പൗഡർ. നമുക്ക് പല ചെടികളും മോഹമാണല്ലേ നട്ടുപിടിപ്പിക്കണം, പക്ഷേ പിടിക്കില്ല. അപ്പോൾ നമുക്കതിന് കുറച്ചും കൂടി പരിപോഷിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിവെള്ളം കളയാതെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഈ റൂട്ട് ഹോർമോൺസ് ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും. കഞ്ഞിവെള്ളവും എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അരിവെള്ളം കളയാതെ നമ്മൾ ചെടികൾക്ക് ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ മതി. അതുപോലെ പൂക്കളില്ലാത്തത് പോലും പൂക്കും. ഓർക്കിഡൊക്കെ അസലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാലേ ഒരു സന്തോഷമല്ലേ. പിന്നെ ചില സീഡ്സ്, ചില വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ച് ഈ കൊറിയാൻഡറിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നന്നായിട്ട് 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് 1 ടീസ്പൂണ് വേണമെന്നില്ല, എന്നാലും ഒഴിച്ചാൽ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിൽ കുറച്ച് നേരം ഈ കൊറിയാൻഡർ സീഡ്സ് മുക്കി വെക്കുക. അത് വേറെ മുരിങ്ങയുടെ ഇതൊക്കെ മുളയ്ക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ, മുരിങ്ങ വിത്ത്. നമുക്ക് കഞ്ഞിവെള്ളമാണെങ്കിലും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. അപ്പോൾ ഇതിലിപ്പം നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ മിക്സ് ചെയ്ത വെള്ളത്തിൽ വെച്ചതിന് ശേഷം, ഒരു കട്ടിയുള്ള തോലാണെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും വെക്കണം. അതിന് ശേഷം നന്നായിട്ട് അത് കളയണം. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മണ്ണിലോട്ട് വിതറിയിട്ട് ചെടികൾ മുളപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ മണ്ണിൻ്റെ ഉള്ളിലോട്ട് കുഴിച്ച് വെച്ചിട്ട് അസലായിട്ട് അത് വരും. ഒരു കൃമികീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. നല്ല ചെടിയായിട്ട് ആരോഗ്യത്തോടെ അത് വളരുന്നത് കണ്ടിട്ട് നമുക്കത് സന്തോഷമല്ലേ. അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി എഴുതാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.